ഇന്ന് ഞങ്ങളുടെ ഒരു ഭയങ്കര സെറ്റാണ് കേട്ടോ ഗൈസ്. എന്താണെന്നറിയില്ലേ, ഇന്ന് കുട്ടാപ്പിക്ക് എന്നോട് ഭയങ്കര സ്നേഹം. ഞങ്ങളുടെ ഒരു പതിവില്ലാണ്ട് കുറേ നേരം കിടന്നുറങ്ങിയിട്ടാ. കുറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ കിടന്നുറങ്ങി. കുറേ കഴിഞ്ഞ് ആ വെയിലൊക്കെ മുഖത്തേക്ക് അടിച്ചപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് എനിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ജിലേബി, ഉറക്കത്തിന് മുൻപ് മധുരം കഴിച്ചിട്ട് കിടന്നുറങ്ങണം എന്നാണ് പറയാറ്. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, ഉറക്കം കഴിഞ്ഞ് എനിറ്റപ്പോഴാണ് എനിക്ക് മധുരം കിട്ടിയത്. അപ്പം കഴിച്ചു കേട്ടോ മധുരം. കുഞ്ഞു കുട്ടികളെ ജനിച്ച് കഴിയുമ്പോൾ അവരെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൈയും കാലൊക്കെ വലിച്ച് നീട്ടാറുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ എൻ്റെ കുട്ടാപ്പിയുടെ കൈയും കാലും പിടിച്ച് വലിച്ച് നീട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റാളുണ്ടല്ലോ, ഒന്ന് ചത്ത പോലെ എടുക്കുന്നു കേട്ടോ. ഒന്ന് എനിക്ക് കണ്ണ് തുറന്നു നോക്കി അതൊന്നും ചെയ്യേണ്ട. ഇതിൻ്റെ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കാനാണോ അതൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാനതിനെ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. തീരെ വലിപ്പം വെക്കണില്ല, ഇതിങ്ങനെ കുഞ്ഞായിട്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ അമ്മ അത് വളരെ കുഞ്ഞായിരുന്നു, തീരെ വലിപ്പം വെക്കാറില്ല. അപ്പം ഞാൻ അവനെ പിടിച്ചിട്ടൊന്ന് ആട്ടിയൊക്കെ കൊടുത്തു. കുറേ ഗുസ്തി അതിനെ മേത്തെടുത്തു കേട്ടോ. എന്നാലും ഇത് കണ്ണ് തുറന്നില്ല കേട്ടോ. അതിങ്ങനെ പാവം പോലെ തന്നെ കിടക്കായിരുന്നു കേട്ടോ. ഞാൻ കുറേ അതിനെ കിടന്നുറങ്ങുമ്പോൾ ഉപദ്രവിച്ചു കേട്ടോ. പക്ഷേ എന്നിട്ടും അത് എനിക്കില്ല. കുറേ കഴിഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് കണ്ണ് തുറന്നിട്ട് നീയാണോടി എന്നെ ഉറക്കം കളഞ്ഞത് എന്നുള്ള ഒരു ഭാവത്തിൽ എന്നെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, അത് പിന്നെ അപ്പോഴെങ്കിലും ഒന്ന് എനിക്ക് പോകുന്നു. എന്നിട്ട് എനിക്കില്ല ഗൈസ്. എന്നിട്ടും അത് തന്നെ കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അതിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ താലോലിച്ചു. ഒരു വികാരം മാറ്റം ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും ഉറക്കപ്പിച്ചലായിരുന്നു കേട്ടോ എൻ്റെ കുട്ടാപ്പിമോൻ. കുറേ കഴിഞ്ഞപ്പോൾ അന്ന് അപ്പേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. വിഷ്ണു വന്നപ്പോൾ ഞങ്ങളിത് അപ്പേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാണ് കേട്ടോ. ഇതെന്ത് പറ്റിയ രമണാന്നറിയില്ല, കാരണം നമ്മൾ സാധാരണ പുറത്തേക്ക് എവിടെ പോകാറിങ്ങിയാലും നല്ല മഴ കിട്ടണം. എന്താ ഇന്ന് അത്ര വലിയ രീതിയിലുള്ള മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു ചെറിയൊരു തൂളൽ പോലെയൊക്കെ മഴ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ടോക്കണൊക്കെ എടുത്ത് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുക്ക് ചെയ്താലും ഇവിടെ വന്നാൽ വീണ്ടും ടോക്കൺ നമ്പറൊക്കെ എടുക്കണം. അങ്ങനെ ടോക്കൺ നമ്പറൊക്കെ എടുത്ത് അപ്പയുടെ ബി പിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഡോക്ടറെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ.